ഇന്നൊരു ബർത്ത്ഡേ സ്പെഷ്യൽ സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ സ്കിൻ കെയർ സീരീസിൻ്റെ ഡേ 3 ആണ്. അപ്പോൾ ഉണ്ണിയുടെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് ഒന്ന് മിനിങ്ങാന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ണിക്കും കുറച്ചൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ് ചെയ്യണത്. അപ്പോൾ കൂടെ ഞാനും കൂടിയും കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഫേസിലൊക്കെ. അപ്പോൾ ഒരു അമ്മയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ലല്ലോ. പിന്നെ കുട്ടികളുടെ ബർത്ത്ഡേ ആണ് നമുക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എനിക്കും ഏറ്റവും സ്പെഷ്യലാണ് എൻ്റെ ഉണ്ണിയുടെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ബാക്കി 2 വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഫൈനൽ റിസൾട്ട് നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോയും പിന്നെ നല്ല സ്മൂത്ത്നെസ്സും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സ്കിൻ കെയർ സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഡേ 3 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയും കൂടിയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി 2 വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം സ്കിൻ കെയറിൻ്റെ പാക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഒരു പാനിക്ക് ഒരു 3 സ്പൂണ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ ബോഡിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് ഒരു സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കമ്മിയായ പോലെ ഉണ്ട്. ഇതിലേക്ക് ഒരു 2 സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് ഫുള്ള് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ കട്ട പിടിക്കും. ഇതിലേക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. കുറച്ച് പാലൊഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ കടലമാവൊക്കെ ഇങ്ങനെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇപ്പോൾ കുറച്ചിങ്ങനെ ലൂസ് കൺസിസ്റ്റൻസി ആക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ കടലമാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാലിൽ മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്യുകയാണെന്ന് വെച്ചാൽ അങ്ങനെ കട്ട പിടിക്കില്ല കേട്ടോ. അപ്പോൾ വേഗം കുറുകി കിട്ടും. അപ്പോൾ ഒന്ന് കുറുക്കി എടുത്തതിന് ശേഷം നമുക്കത് ഫുൾ ബോഡിയിലും ഫേസിലും എല്ലാവിടെയും അപ്ലൈ ചെയ്യാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം ഫേസിലും ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഉണ്ണിക്ക് ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാനിങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കടലമാവൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഇട്ടപ്പോൾ അവൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ടെക്സ്ചറൊക്കെ കണ്ടപ്പോൾ അവരെന്തോ പോലെ തോന്നി. അങ്ങനെ ഇത് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് ബാക്കി വന്ന് ഞാനും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ കുറുക്കി എടുക്കുമ്പോൾ കുക്ക് ചെയ്തിട്ട് എടുത്തതിന് ശേഷം അപ്ലൈ ചെയ്യണത് പാക്കൊക്കെയാണ് വെച്ചാൽ ഒന്നും കൂടി നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം യൂസ് ചെയ്യുന്നത് എന്തായാലും റിസൾട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. എന്നാലും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്മൂത്ത്നെസ്സും ഗ്ലോവും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കി ഞാനും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പാക്കൊക്കെ. പിന്നെ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് എങ്ങനെയായിരുന്നു? നല്ലൊരു ഗ്ലോ ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എന്തായാലും അത്ര കെമിക്കലൊന്നും ഇല്ലാത്ത ഐറ്റംസ് ആണല്ലോ, അതുകൊണ്ട് നമുക്ക് പേടിക്കാതെ അപ്ലൈ ചെയ്യാം. ഞങ്ങൾ വേഗം കുളിച്ച് റെഡിയായി. പിന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. എൻ്റെ പുതിയ സാരിയാണ് ഉണ്ണിയുടെ ബർത്ത്ഡേ ആകുമ്പോൾ ഒക്കെ പുതിയതൊക്കെ ഇടും കേട്ടോ. അങ്ങനെ എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ആ സാരി അപ്പം എടുക്കണുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബ്ലൗസ് പീസൊക്കെ ഞാൻ അപ്പം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനത്തെ ഡബിൾ ഷെയ്ഡായിട്ടുള്ള ഒരു സെറ്റ് സാരി ആയിരുന്നു കേട്ടോ. നല്ല സിമ്പിളായിട്ട് വേഗം എടുക്കാൻ പറ്റി. അപ്പോൾ ഇതാ നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അങ്ങനെ ഞാൻ അവന് പുതിയ മുണ്ടൊക്കെ എടുത്ത് പുതിയ ഷർട്ടൊക്കെ ഇട്ടു, പുതിയ മുണ്ടൊക്കെ എടുത്തിട്ട് വേഗം റെഡിയാക്കി കേട്ടോ. മുണ്ടൊക്കെ വേഗം കേട് വന്നിട്ടുണ്ടായിരുന്നു പഴയതൊക്കെ. കാരണം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവന് മുണ്ട് എടുത്തുകൊണ്ട് നടക്കണം വലിയ ആൾക്കാരനെ പോലെ. അപ്പോൾ അതുകൊണ്ട് പുതിയ മുണ്ടൊക്കെ മേടിച്ചു ബർത്ത്ഡേ ആയതുകൊണ്ട്. ഇനി ഞങ്ങൾ വേഗം അമ്പലത്തേക്ക് പോയിട്ട് വരാം. അപ്പോൾ ഇന്ന് പാൽപ്പായസത്തിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. അപ്പോൾ അതൊക്കെ മേടിക്കണം, പിന്നെ അമ്പലത്തിൽ പോകണം, തൊഴുകണം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. പിന്നെ ഓൾറെഡി ഞങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് സെലിബ്രേറ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇന്ന് ഉണ്ണിയുടെ നാളാണ്. അപ്പോൾ നാളാണ് ഞങ്ങളിവിടെ സെലിബ്രേറ്റ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഉണ്ണി പറഞ്ഞു ഉണ്ണിയുടെ ഫ്രണ്ട്സൊക്കെ വരണം,
അങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബർത്ത്ഡേക്ക് പോവും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അവൻ്റെനും അവനെല്ലാവരും വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വരുന്ന എക്സൈറ്റ്മെൻറ്റിൽ കുട്ടീനെ രാവിലെ വിളിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. തന്നെ എണിച്ച് വന്നു. ഫ്രണ്ട്സൊക്കെ വന്നോ എന്ന് ചോദിച്ചിട്ട് പിന്നെ വരുന്ന വഴിയിൽ ഞങ്ങൾ കേക്കൊക്കെ മേടിച്ചു കേട്ടോ. കേക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഡേറ്റ് ഓഫ് ബർത്തിന് ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്യാൻ വിചാരിച്ചു, എല്ലാവരും വരേണ്ടതല്ലേ. അപ്പോൾ ഞങ്ങൾ മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ പ്രസാദമാണ് കേട്ടോ. അങ്ങനെ അത് കഴിച്ചു. പിന്നെ വേഗം വന്നിട്ട് ഞാൻ എൻ്റെ പണികൾക്ക് കടന്നു. ആരും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എല്ലാവരും ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. സാരി ഉടുത്താൽ എനിക്ക് ഉടുത്തുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അയച്ചു വയ്ക്കാനും ഇഷ്ടമല്ല. അപ്പം അങ്ങനെ സാരി കൊടുത്തിട്ട് തന്നെയാണ് എല്ലാ പരിപാടികളും ചെയ്തിട്ടുണ്ടായിരുന്നു. കുക്കിങ്ങൊക്കെ ചെയ്തു. പിന്നെ ഇതാ നാരങ്ങാച്ചാറും പുളിയഞ്ചിയൊക്കെ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം വന്ന് സാമ്പാർ, കൂട്ടുകറി ഉണ്ടാക്കി, പിന്നെ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കി, ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കി. അങ്ങനെ എന്നെക്കൊണ്ട് പച്ചമ്പൊക്കെ ഉണ്ടാക്കി കേട്ടോ. പിന്നെ പുളിയാഞ്ചിയൊക്കെ മതി, അതാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഇന്ന് കൂടുതലായിട്ടും കുട്ടികളല്ല, അവൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ബീട്രൂട്ട് കിച്ചടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എല്ലാം ഉണ്ടാക്കി. പിന്നെ വേഗം ചെയ്യണതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴത്തെയും പോലെ പാട്ടൊക്കെ വെച്ചിട്ടായിരുന്നു ചെയ്യേണ്ടായിരുന്നു. കാരണം നമ്മൾ ഒറ്റയ്ക്ക് എല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഒരു മടുപ്പൊന്നും തോന്നില്ല കേട്ടോ. അങ്ങനെ പാട്ട് വെച്ച് ചെയ്യുമ്പോൾ എനർജറ്റിക് ആയിട്ടിരിക്കും. പിന്നെ പായസം അമ്പലത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പായസമൊക്കെ കിട്ടി. അപ്പോഴേക്ക് ഇതാ ഉണ്ണിയുടെ ഫസ്റ്റ് ഫ്രണ്ട് വന്നു, ധ്രുവൽ പറഞ്ഞ ബേബി വന്നു. പാവം എല്ലാവരും നേരത്തെ എത്തി. ഭയങ്കര സന്തോഷമായി. എനിക്ക് എല്ലാവരും വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. എനിക്കിതാ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നു. അവനാണെച്ചാൽ എല്ലാവരെയും കണ്ടതിൻ്റെ സന്തോഷമാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ മുണ്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുണ്ടൊക്കെ കൊടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. പിന്നെ അടുത്ത കുറേ പടകൾ വന്നു, എല്ലാവരും വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതാ ഉണ്ണിയുടെ ഫ്രണ്ട് പീക്കു, പിന്നെ മാധവ്, ധ്രുവൽ, പിന്നെ മാമാട്ടി, അങ്ങനെ എല്ലാ കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നു. ഉണ്ണി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവന് തീരെ ക്ഷമയില്ല. അപ്പം തന്നെ അമ്മ പൊട്ടിച്ചതാ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ എല്ലാ കുട്ടികളും കൂടിയിട്ട് പൊട്ടിച്ചു. അങ്ങനെ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കണ്ടപ്പോൾ ഞാനും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. അപ്പം അങ്ങനെ പൊട്ടിക്കാൻ പറയുകയാണ് ഗിഫ്റ്റൊക്കെ. അങ്ങനെ ഭയങ്കര കുറേ നേരത്തിന് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പോഴേക്കും എൻ്റെ പണികൾ ഞാൻ സൈഡിൽ കൂടെ ചെയ്യണമുണ്ട്. ഇടയ്ക്ക് ഇവിടെ വന്നിരിക്കണം, വീഡിയോ എടുക്കണം, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു എല്ലാ കാര്യങ്ങളും. പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്ന് കുട്ടികളൊക്കെ കൂടി കളിച്ചു, അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ റെഡിയാക്കി ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വിചാരിച്ചു. അല്ലെങ്കിൽ അവർ കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുഡൊന്നും കഴിക്കില്ല. അപ്പോൾ ആദ്യം തന്നെ വേഗം ഫുഡൊക്കെ കഴിക്കാൻ വിചാരിച്ചു, സദ്യ കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഉണ്ണിക്ക് അതിലൊക്കെ വെച്ച് പിന്നെ വിളക്ക് കത്തിച്ചു. പിന്നെ അരിയും പൂവൊക്കെ ഇട്ടു. അങ്ങനെ ഞങ്ങൾ ഉണ്ണിക്ക് എല്ലാ ചെയ്തിട്ടോ ആദ്യം വിഭവങ്ങളും ഭക്ഷണങ്ങളൊക്കെ വിളമ്പി കൊടുത്തു. പിന്നെ അങ്ങനെ അരിയും പൂവൊക്കെ ഇട്ടു. അങ്ങനെ ഞാനും അച്ഛനും എല്ലാവരും ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ കുട്ടികളുടെ അതേ സെയിം ഇലയിൽ അവർക്ക് ആദ്യം വാരി കൊടുത്തു. ആദ്യം കുറച്ച് എല്ലാവരും ഇങ്ങനെ കഴിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം എല്ലാവർക്കും ഞങ്ങൾ വാരി കൊടുത്ത് പിന്നെ ഞങ്ങൾ ആ ഇലയിൽ തന്നെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ടൈം അങ്ങനെ നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. ഞാൻ കുട്ടികളെ വീട്ടിൽ പറഞ്ഞ വിഷയത്തിന് ആ കൊടുക്കും എല്ലാവർക്കും. അങ്ങനെ എല്ലാം ഹാപ്പി ആയിട്ട് കഴിഞ്ഞു. പിന്നെ അങ്ങനെ ആദ്യമായിട്ടാണ് ഈ വീട്ടിലൊരു കേക്ക് മേടിച്ചിട്ട് ഫസ്റ്റ് ദിവസം തന്നെ കാലിയാവണത് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ കഴിച്ച് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച് ഓരോരുത്തരായിട്ട് സന്തോഷമായിട്ട് പിരിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഉണ്ണിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അവനിതാ സ്പൈഡർമാൻ്റെ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇടണം പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് അങ്ങനെ സ്പൈഡർമാൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ കേക്ക് തീറ്റ മത്സരമായിരുന്നു. എല്ലാവരും കഴിച്ച് കേക്ക് അങ്ങനെ കാലിയായി കേട്ടോ. ചെറിയൊരു കേക്കാണ് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഓൾറെഡി കട്ട് ചെയ്തതുകൊണ്ട് ഇന്ന് ചെറിയൊരു കേക്ക് മേടിക്കുക വിചാരിച്ചു. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് കാണുന്നു ഈ വീഡിയോസൊക്കെ. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ എല്ലാവരും പോയപ്പോൾ സങ്കടമായി. എനിക്ക് ഭയങ്കര സന്തോഷമായൊരു ദിവസമായിരുന്നു കേട്ടോ. ഒന്ന് ആദ്യമായിട്ടാണ് ഇത്രയും കുറേ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലാണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും ഗ്രാൻഡായിട്ട് ഞങ്ങളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന. ഉണ്ണിയുടെ ഫ്രണ്ട്സൊക്കെ വന്നു. പിന്നെ ഇത് നാളിൻ്റെ ദിവസത്തിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് കേട്ടോ. അത് അന്ന് ഇങ്ങനെ വല്യമ്മ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.
അന്നും ഞങ്ങൾ നന്നായിട്ട് അടിച്ച് പൊളിച്ചു. കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ആദ്യം ഉണ്ണിക്ക് കൊടുത്ത്, ഉണ്ണി പാവം പാപ്പമ്മയ്ക്കൊക്കെ വാരി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെയും കൂടി കുറച്ച് ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാണ് ഉണ്ണിയുടെ കേക്ക് ഇതായിരുന്നു ഡോറ ബുജ്ജിക്കായിട്ട്. പിന്നെ വല്യമ്മ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. എല്ലാ വർഷവും വല്യമ്മ അവൻ്റെ ഫുൾ ആൽബമായിട്ട് ഇങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും മെമ്മറീസ് അല്ലേ അത്, ഫുൾ ഫോട്ടോസ് ഇങ്ങനെ ആൽബാക്കിയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ കേക്ക് ഇതായിരുന്നു ഡോറ ബുജ്ജിയൊക്കെ ആയിട്ടുള്ളൊരു, പിന്നെ ഉണ്ണിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ. അപ്പോൾ അതും സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കേക്ക് മേടിക്കാൻ പോയപ്പോൾ ഇല്ലേ, അവിടുത്തെ ഞങ്ങൾ പാലക്കാട് ടോപ്പ് നോച്ച് എന്നായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്ക് മേടിക്കാൻ പോയപ്പോൾ അവിടുത്തെ ഓണർ പറയാം, ഇത് അവൻ്റെ ഫോട്ടോ കണ്ടിട്ട് പറയുക, ഇത് ഈ കുട്ടിയല്ലേ യൂട്യൂബിൽ ഒരു കുട്ടിയും ചേച്ചിയും കൂടിയിട്ട് ഡാൻസ് കളിക്കണ അതിലത്തെ കുട്ടിയല്ലേ, ഇതൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, അപ്പം അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഇൻസിഡൻറ്റ് കൂടി ഉണ്ടായ, അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയ ഒരു ദിവസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പിയായ ഒരു ദിവസം കൂടിയാണ് ഇതും. പിന്നെ ഉണ്ണിയുടെ ബർത്ത്ഡേ, അങ്ങനെ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഞങ്ങൾ നന്നായിട്ട് അടിച്ച് പൊളിച്ച് ഭയങ്കര സന്തോഷമായി. എങ്ങനെ സന്തോഷം പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറേ പേർക്കൊന്നും ഉണ്ണിയുടെ ബർത്ത്ഡേക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ സങ്കടമുണ്ട്. പക്ഷെ എന്നാലും നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ദൈവം നമ്മളെ ഹാപ്പി ആക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അത്രയും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ അതാണ് ഞങ്ങൾ ലേ സ്കൈ ഡൈനിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലേ സ്കൈ ഡൈനില്ല, ഇപ്പോൾ പേര് മാറ്റി സഞ്ചാരിയാക്കി. അപ്പോൾ അങ്ങനെ നമ്മൾ സഞ്ചാരി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അതെന്താണെന്നും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഹോട്ടൽ സഞ്ചാരിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്ന് കുറച്ച് നേരം ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ്. അപ്പോൾ ആദ്യം ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുടിച്ചു. അതിന് ശേഷം ഷെഫ് പിള്ളയുടെ ഫേമസ് ആയിട്ടുള്ള ഫിഷ് നിർവാണിയും വെള്ളയപ്പമൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചിപ്പുളി ചിക്കൻ, അതും ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും സന്തോഷവും സങ്കടവും ഒക്കെ തോന്നിയ ഒരു നിമിഷം ഇതാ ഞാനിപ്പോൾ ആഡ് ചെയ്യുക. ഉണ്ണിക്ക് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ട് ഇതാ, അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്താണെന്നറിയില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു നിമിഷം ഇതായിരുന്നു കേട്ടോ. താങ്ക് യു ദേവിക ചേച്ചി ആൻഡ് ഫുൾ സഞ്ചാരി ടീം. അവർ ഇതാ ഉണ്ണിക്ക് സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ കൊണ്ടുവന്ന് തന്നതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഉണ്ണി ഇതാ കേക്കൊക്കെ ഫുള്ള് കഴിച്ച്, പിന്നെ അതിൽ അവർ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോഴേക്ക് അതൊക്കെ കൊളാക്കി അത് കഴിച്ചു. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഈ വർഷത്തെ ഉണ്ണിയുടെ ബർത്ത്ഡേ അങ്ങനെ സന്തോഷമായിട്ട് എല്ലാം കഴിഞ്ഞു. അപ്പോഴേക്കും ഇതാ ഞങ്ങൾ പോകാമെന്നപ്പോഴേക്കും വേറെ ഒരു അങ്കിൾ വന്നിട്ട് അവൻ്റെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. പിന്നെ കുറേ ഷെഫ് എല്ലാവരും വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ സ്കിൻ കെയർ വീഡിയോയും പിന്നെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നാളെ വേറൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.